ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ കലാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത, ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിന് യോജിച്ച ഒന്നല്ല. ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് BJP എന്നുള്ളതാണ് സത്യം. BJPക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. മുമ്പ് കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ല. അതെല്ലാം പൂർണ്ണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ്. അതാണിപ്പോൾ ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരായിട്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെൻറ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ്. ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലവ് ജിഹാദിൻ്റെ ഭാഗമായും പിന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക്, ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്ന് വരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കും വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് കേരളം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഇന്ത്യയിലാകെ മുസ്ലിം വിരുദ്ധതയുടെയും കേരള വിരുദ്ധതയുടെയും ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സൈനിക സ്കൂളുകളെല്ലാം RSSന് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ മാനേജ്മെൻറ്റ് മാറ്റം വരുന്നു എന്നുള്ളതല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ സൈന്യത്തിലെ പ്രബലമായൊരു വിഭാഗമാണ് സൈനിക സ്കൂളിൽ നിന്നും വരുന്ന യോദ്ധാക്കളായിട്ടുള്ള സൈന്യത്തിൽ ചേർന്ന് വരുന്ന ആളുകൾ. അപ്പോൾ അത് ആദ്യം മുതലേ RSSൻ്റെ ഭാഗമാക്കി RSS വൽക്കരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. കേവലമായിട്ടുള്ള മാനേജ്മെൻറ്റ് മാറ്റം മാത്രമല്ല, 62% സ്കൂളുകൾ ഇപ്പോൾ തന്നെ RSSന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് ഇന്ത്യയുടെ രാജ്യരക്ഷയെ ഗൗരവമായി ബാധിക്കുന്നതാണ്. RSS വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഉയർന്നു വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മുമ്പേ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചരിത്രമെല്ലാം പുനർനിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് NCERT ടെക്സ്റ്റ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു. കാവ്യവൽക്കരണത്തിൻ്റെ ഈ പ്രക്രിയയെ ശക്തിയായിട്ട് ഇടതുപക്ഷമെല്ലാം എതിർത്തിരുന്നു. ഇപ്പോൾ NCERT തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതും ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആ ഭാഗമെല്ലാം മാറ്റി, അതേപോലെ രാമക്ഷേത്രവും അതിൻ്റെ അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് അവർക്ക് അലോസരമുണ്ടാകുന്ന ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സാമൂഹ്യ പാഠത്തിൽ നിന്ന് നീക്കിയിട്ടുള്ള NCERT പുസ്തകമാണ് ഇപ്പോൾ വരുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്.
ഇന്ത്യൻ ഇടതുപക്ഷം വളരെ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ച വരും തലമുറയെ വർഗീയവൽക്കരിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഔദ്യോഗികമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്ത് അത്തരം പുസ്തകങ്ങളാണ് തയ്യാറാക്കി വരുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത്. ഇതൊക്കെ വരും തലമുറയെ ചരിത്രത്തിൽ നിന്ന്, നീതിബോധത്തിൽ നിന്നൊക്കെ മാറ്റി ഹിന്ദുത്വ അജണ്ടയിലേക്ക്, ഫാസിസത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.